ഡോക്ടറില്ല ഡോക്ടർ പറഞ്ഞു വിടും. നോക്കട്ടെ നോക്കട്ടെ ഒന്ന് മാറ്റിക്കേ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. പേരെന്താ പേരെന്താ? ബാബു ആയിരിക്കേ ചൂടാണ്ട് കാര്യം പറയാ. ഞാൻ നോക്കുമല്ലേ പേഷ്യന്റെ? നിങ്ങൾ കാര്യം പറയാൻ സാധ്യല്ലേ? പേഷ്യന്റ് നോക്കിക്കൊണ്ടിരിക്കല്ലേ? ഓക്കെ വിളിക്കേ. കാര്യം നോക്കട്ടെ. മറ്റേ പേഷ്യൻസിനെ അവിടെ ഇവിടെ കയറ്റിയാൽ മതി കേട്ടോ. ഈ സൈഡ് വഴി കയറ്റേണ്ട ആവശ്യമില്ല. GRBS നോക്ക്, കുഴപ്പമില്ല. ECG പറ കേട്ടോ. ECG പറയണേ. ECG വിളിച്ച് പറഞ്ഞാൽ മതി. കാഷ്വാലിറ്റി ഡോക്ടർ വരുന്നതിന്റെ വിവരം പറയും കേട്ടോ.
വരുന്നു വരുന്നു. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, ഞാൻ WLC എന്നാ വിളിക്കുന്നത്. ഇവിടെ ഒരു പേഷ്യന്റിനെ കൊണ്ട് വന്നിട്ട് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കുന്നത്. ബൈസ്റ്റാൻഡർ. ആ ശരി, ഓക്കെ ഓക്കെ. ഞാനെന്റെ ഭാര്യയെ കൊണ്ട് വന്നതാണ്. എന്താണ് തിരക്കാണെങ്കിൽ എന്നെ പിടിച്ച് തള്ളി ഒരു കാര്യം കൂടി. എനിക്ക് അവളുടെ അടുത്തിരിക്കണം. എനിക്ക് എന്റെ ഭാര്യയാണ് വരുന്നത്. അവളുടെ ആരോഗ്യമാണ് വരുന്നത്. പ്രധാന ആരോഗ്യ വിഷയമല്ലേ? ഇല്ല, പക്ഷേ ഗുണ്ടാശി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണല്ലേ? അല്ല സാറേ, സാറ് കൊണ്ടൊക്കെ ഒന്നും ചെയ്തില്ല. ഞാൻ പോയിട്ട് വരും കേട്ടോ. വരും, ഞാൻ കാണിച്ചതാ. ഞാൻ അത് ശരി, എന്റെ പിന്തുണ പറ്റില്ല. ഒന്നും ഞാൻ കത്തിക്കില്ല. അതിന് എന്റെ ഭാര്യ കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവരെന്നെ അറസ്റ്റ് ആശുപത്രി കയറി ബഹളമുണ്ടാക്കിയതാണ്. ഡോക്ടറെ കയ്യെത്തുന്ന നിങ്ങളുടെ വണ്ടി മാറ്റിക്കും. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റാഫെല്ലാം വന്ന് മനസ്സിലായി പേഷ്യൻ്റെ പേഷ്യൻ്റെ വായുവാണ്. പേഷ്യനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി 2 സ്റ്റാഫ് നേഴ്സും ഞാനും കൂടുതൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് കുറച്ച് പേഷ്യൻ്റെ ഏകദേശം മാസത്തിലൊക്കെ അതിൻ്റെ കോൺഫിഡൻസ് വിളിച്ചപ്പോൾ തന്നെ എല്ലാ സ്റ്റാഫ് വരികയും അതിൻ്റെ കൂടെ തന്നെ പോലീസും വന്നു. പിന്നെ പിൻ പോലീസ് അടുത്തുണ്ടായിരുന്ന പിൻ പോലീസ് വന്നു. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരുന്നു പിൻ പോലീസിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് അതുകൊണ്ടാണ്. പിന്നെ നോക്കിൽ നിന്ന് മറ്റ് 2ാമത്തെ ഉണ്ട് പോലീസ് എൻ്റെ അവരും അപ്പോഴത്തേക്ക് രജിസ്റ്റർ ചെയ്തു. അയാളെ ഒന്നുകൂടെ കൺവിൻസ് ചെയ്യാൻ നോക്കി, പക്ഷേ തീരെ നോക്കിയില്ലാത്തതുകൊണ്ട് അയാളെ പോലീസ് സ്റ്റേഷനിൽ മാറ്റാൻ വേണ്ടി 11:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടുവരും.